പുനലൂർ പട്ടണത്തിൽ ദേശീയപാതയും മലയോര ഹൈവേയും തമ്മിൽ സംഗമിക്കുന്ന പുനലൂർ KSRTC ജംഗ്ഷനിൽ അപകടങ്ങൾ പതിവ് സംഭവങ്ങളാണ്. ഇവിടേക്കെത്തുന്ന വിവിധ വാഹന ഡ്രൈവർമാർക്ക് ഉണ്ടാകുന്ന ആശയക്കുഴപ്പമാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത് എന്നാണ് ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. പുനലൂർ KSRTC ജംഗ്ഷനിൽ ട്രാഫിക് ഐലൻഡ് നിർമ്മിച്ച് ഗതാഗതം സുഗമമാക്കും എന്ന അധികൃതരുടെ പ്രഖ്യാപനം നീളുകയാണ്. കൃത്യമായി പറഞ്ഞാൽ ആ പ്രഖ്യാപനത്തിന് 3 വയസ്സ് പിന്നിടുകയാണ്. ജൂൺ മാസം പുനലൂർ KSRTC ഡിപ്പോ കവാടത്തിൽ തുടർച്ചയായി ഉണ്ടായ അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗതാഗത നിയന്ത്രണ സമിതി യോഗം ചേർന്ന് ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടെങ്കിലും അതും ഇതുവരെ നടപ്പായിട്ടില്ല. പുനലൂർ നഗരത്തിൽ ഏറ്റവും അധികം അപകടങ്ങൾ ഉണ്ടാകുന്ന സ്ഥലങ്ങളിലൊന്നാണ് പുനലൂർ KSRTC ജംഗ്ഷൻ. കാൽനട യാത്രക്കാരാണ് അപകടത്തിൽപ്പെടുന്നതിൽ ഏറെയും. ഇവിടെ യാത്രക്കാർക്ക് സുരക്ഷയൊരുക്കാൻ നടപടികൾ എടുക്കണമെന്ന് മിക്കപ്പോഴും ആവശ്യങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും ഇതുവരെയും ഫലം കണ്ടിട്ടില്ല. ഡിപ്പോ കവാടത്തിൽ ആഴ്ചകളുടെ വ്യത്യാസത്തിൽ 2 കാൽനട യാത്രക്കാർ ബസ്സിനടിയിൽപ്പെട്ട സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ സ്ഥല പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. KSRTC ജംഗ്ഷനിൽ ഉയരവിളക്ക് സ്ഥാപിച്ചിട്ടുള്ള താൽക്കാലിക ട്രാഫിക് ഐലൻഡ് ശാസ്ത്രീയമായി പരിഷ്കരിച്ച് റൗണ്ട് എബൌട്ട് മാതൃകയിലാക്കണമെന്ന് എൻഫോഴ്സ്മെന്റ് വിഭാഗം RTOയുടെ നേതൃത്വത്തിലുള്ള സംഘം ശുപാർശ ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. കാൽനട യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി ഇവിടെ ആകാശ നടപ്പാത നിർമ്മിക്കാൻ 2019 നഗരസഭാ ബജറ്റിൽ പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. സ്വകാര്യ സംരംഭകരുമായി ചേർന്നുള്ള ഈ പദ്ധതി പ്രാഥമിക ചർച്ചയോടെ തന്നെ മുടങ്ങി. 2021 സെപ്റ്റംബറിൽ PS സുബാൽ MLAയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ഇവിടെ ശാസ്ത്രീയമായി ട്രാഫിക് ഐലൻഡ് നിർമ്മിക്കാൻ തീരുമാനിച്ചു. ഇതിനായി ഇവിടെ ഉണ്ടായിരുന്ന വൈദ്യുത തൂണുകൾ KSRTC ഡിപ്പോയ്ക്ക് സമീപത്തേക്ക് മാറ്റി സ്ഥാപിക്കുകയും ചെയ്തു. എന്നാൽ ആ നടപടികളും അതോടെ അവസാനിച്ചു. 2022 ജൂലൈയിൽ കൊല്ലം ജില്ലാ കളക്ടർ നിയോഗിച്ച പ്രത്യേക സമിതി സ്ഥലത്ത് ഗതാഗത പ്രശ്നങ്ങൾ സംബന്ധിച്ച് പഠനം നടത്താൻ തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി ദേശീയ ഗതാഗത ആസൂത്രണ ഗവേഷണ കേന്ദ്രം അഥവാ NATPAC അധികൃതർ ഉൾപ്പെടെ സ്ഥലം പരിശോധിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് നടപടി ഉണ്ടായില്ല. ഇതിനുശേഷം 3 കൊല്ലം പിന്നിടുമ്പോഴാണ് ഈ കഴിഞ്ഞ മാസം മോട്ടോർ വാഹന വകുപ്പ് സ്ഥലത്ത് പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചത്. ഫോക്സ് TV ന്യൂസ്, പുനലൂർ.